ഓട്ടോമേഷൻ ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവമാണ്. അത് വീട്ടിലായാലും വണ്ടിയിലായാലും വർക്കിലായാലും എല്ലായിടത്തും ഓട്ടോമേഷൻ ഇപ്പോൾ ട്രെൻഡിങ് ആണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു വീടെടുക്കുന്ന സമയത്ത് എല്ലാവർക്കും ഹോം ഓട്ടോമേഷൻ ഒരു പ്രയോറിറ്റിയാണ്. അത് സേഫ്റ്റിയും സെക്യൂരിറ്റിയും അതേപോലെ തന്നെ നമ്മുടെ ലക്ഷറിയുടെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോം ഓട്ടോമേഷൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് സ്റ്റാർട്ടിംഗ് വയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതാണ് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിനെക്കാട്ടും മുന്നേ നിങ്ങൾ ആരെങ്കിലും വീടോ മറ്റു ബിൽഡിങ്ങോ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആർക്കിടെക്ട്സിനോ ഇന്റീരിയർ ഡിസൈനേഴ്സിനോ ഇലക്ട്രീഷ്യന്മാർക്കോ ഇലക്ട്രിക്കൽ കോൺട്രാക്ടേഴ്സിനോ ഇലക്ട്രിക്കൽ ഡ്രോയിങ്സോ പ്ലംബിംഗ് ഡ്രോയിങ്സോ ആവശ്യമുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടാൻ മടിക്കേണ്ട. ഹായ്, ഞാൻ അമൃത് ശിശിർ, ഇലക്ട്രിക്കൽ കൺസൾട്ടന്റ്. വെൽക്കം ടു അവർ ചാനൽ ശിശിരം എഞ്ചിനീയറിംഗ് സർവീസ്. വീഡിയോയുടെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഹോം ഓട്ടോമേഷൻ ചെയ്യാൻ വേണ്ടി ഇലക്ട്രിക്കൽ വയറിംഗ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നാണ് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് വേണ്ടത് വ്യക്തമായ ഒരു ധാരണ, എവിടെയൊക്കെ ഓട്ടോമേഷൻ ചെയ്യണം, എന്തൊക്കെയാണ് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ ഒരുപാട് കാറ്റഗറിയിൽ വരുന്ന സാധനമാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ലൈറ്റ് ഓട്ടോമേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് 2-3 ടൈപ്പിലുള്ള മൂഡ് സെറ്റ് ചെയ്തിട്ട് ബ്രൈറ്റ് ലൈറ്റ്, ഡിം ലൈറ്റ്, അല്ലെങ്കിൽ ഓരോ മൂഡ് വേരിയേഷൻ ചെയ്യുന്ന ടൈപ്പ് ലൈറ്റുകളുണ്ട്. ഓരോ കളറിൽ കത്തുന്ന ടൈപ്പ് RYB ടൈപ്പ് ലൈറ്റുകളുണ്ട്. അപ്പോൾ എന്താണ് ഓട്ടോമേഷൻ ചെയ്യേണ്ടത്? ലൈറ്റ് ആണോ, കേർട്ടൻ ആണോ, ഓട്ടോമാറ്റിക് ഗേറ്റ് ആണോ, സെക്യൂരിറ്റി സിസ്റ്റം ആണോ കൂടുതൽ നിങ്ങൾ ഓട്ടോമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ ഒരു വോ ഫാക്ടർ തരുന്ന ടൈപ്പ് ഒരു പ്രസൻറ്റേഷൻ ആണോ, അത് ലൈറ്റ് കൊണ്ടാവാം, ബാക്കിയുള്ള ഫൗണ്ടൈൻസ് പോലെയുള്ള സംഭവങ്ങളും ഉണ്ടാവാം. അപ്പോൾ എന്താണ് നിങ്ങൾ ഓട്ടോമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിനൊരു വ്യക്തത ഉണ്ടാക്കണം. അതിനനുസരിച്ചിട്ടാണ് ബാക്കി കംപ്ലീറ്റ് പ്ലാനിങ് പോകുന്നത്. അതായത് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ റിക്വയർമെൻറ്റ് പറ്റുമെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ ഡ്രോയിങ് രൂപത്തിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വ്യക്തമായിട്ട് ആദ്യം ഒരു തീരുമാനം എടുക്കുക. ഓക്കെ, അതിന് ശേഷമാണ് നിങ്ങൾക്ക് എന്തൊക്കെ ടൈപ്പിലുള്ള, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓട്ടോമേഷൻ തന്നെ വരുന്നത് 2-3 ടൈപ്പ്. വൈഫൈ എനേബിൾഡ് ആയിട്ടുള്ള സ്വിച്ചുകളുണ്ട്, വയേർഡ് ആയിട്ടുള്ള ഓട്ടോമേറ്റഡ് സ്വിച്ചുകളുണ്ട്, അതേപോലെ തന്നെ നോർമൽ സ്വിച്ചുകൾ വെച്ച് പിന്നീട് മൊഡ്യൂൾസ് വെച്ചുകൊണ്ട് അതിനെ വൈഫൈ എനേബിൾ ചെയ്യുന്ന ഒരു സിസ്റ്റവും ഉണ്ട്. ഇപ്പോൾ ഇതിൽ ഏത് സിസ്റ്റമാണ് നിങ്ങൾ ചൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്? എല്ലാത്തിനും അതിൻ്റേതായ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് മോഡൽ സ്വിച്ചിങ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ വൈഫൈ എനേബിൾഡ് ആയിട്ടുള്ള ഇൻബിൽഡ് സ്വിച്ചസ് ആണോ യൂസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നോർമൽ സ്റ്റാൻഡേർഡ് മോഡുലാർ സ്വിച്ച് വെച്ചിട്ട് അതിൻ്റെ ബാക്കിൽ മൊഡ്യൂൾസ് വെച്ചുകൊണ്ട് അതിനെ വൈഫൈ എനേബിൾഡ് ആയിട്ടുള്ള മൊഡ്യൂൾസ് വെച്ചുകൊണ്ട് അതിനെ ഓട്ടോമേറ്റ് ചെയ്യാനോ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ഇപ്പോൾ മോഡേൺ ആയിട്ടുള്ള ഓട്ടോമേറ്റഡ് സ്വിച്ചുകളും ടച്ച് സ്വിച്ചസും വരുന്നുണ്ട്. അത് തമ്മിൽ കണക്ട് ചെയ്യുന്നത് പ്രൊഫി ബസ് അല്ലെങ്കിൽ G ബസ് പോലുള്ള പ്രോട്ടോകോൾ വെച്ചിട്ടാണ് അതിനെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. ഇത്തരം സ്വിച്ചുകളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇതിൽ ഏതാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടതെന്ന് ഒന്ന് ഡിസൈഡ് ചെയ്യുക. അതിനുശേഷമാണ് നെക്സ്റ്റ് സ്റ്റേജിൽ ഇപ്പോൾ വളരെ ഇതിനെപ്പറ്റിയൊന്നും കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട. നിങ്ങൾക്ക് ജസ്റ്റ് വീട്ടിൽ കുറച്ച് ചില്ലറ പൊടിക്കൈകൾക്കൊന്ന് ഒരു വോ ഫാക്ടർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സംഭവം, ആളുകൾ കയറി വരുമ്പോൾ അലക്സ ഓപ്പൺ ഡോർ, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു പൊടിക്കൈ പോലെ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ രീതിയിലുള്ള ഓട്ടോമേഷനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ചെറിയ രീതിയിൽ 1-2 സ്വിച്ചുകൾ മുന്നിൽ കാണുന്നിടത്ത് വൈഫൈ മൊഡ്യൂളുകൾ ഇട്ടുകൊണ്ട് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. ഈ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് തന്നെ ഓട്ടോമേഷൻ ചെയ്യണമെങ്കിൽ വീട് എടുക്കുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുകയാണെങ്കിൽ ലിവിങ്ങിലും ഡൈനിങ്ങിലും നിങ്ങൾക്ക് മെയിനായിട്ട് ഓട്ടോമേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലമാണ്. കാരണം വീട്ടുകാർ തന്നെ ഓട്ടോമേഷൻ ഇപ്പോഴത്തെ രീതിയിൽ പറയുമ്പോൾ ആളുകളെ കാണിക്കാനാണ് കൂടുതൽ ആളുകൾ ഓട്ടോമേഷൻ ചെയ്യുന്നത്. കാരണം ഡെയിലി വന്നിട്ട് അലക്സ ഓൺ ദ ലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഓൺ ചെയ്യുന്നതായിരിക്കും പൊതുവെ. പക്ഷേ ഇങ്ങനെ ഒരു ആൾക്കാരൊക്കെ വരുമ്പോൾ ഒരു വോ ഫാക്ടർ കൊടുക്കാൻ വേണ്ടി നല്ല ഉപകാരമുള്ളൊരു സാധനമാണ് ഈ സംഭവം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ലിവിങ്ങിലും ഡൈനിങ്ങിലും ആണ് കൊടുക്കേണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാസ്റ്റർ ബെഡ്റൂമിൽ കൊടുക്കേണ്ട, അങ്ങനെ 1-2 ലൈറ്റ് സെറ്റാക്കി വെക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ലിവിങ്ങിൽ 5 സെറ്റ് ലൈറ്റ് ഉണ്ട്, അതായത് 4 8 വാട്ടിൻ്റെ ബൾബും ഒരു 4 5 വാട്ടിൻ്റെ ബൾബും ഉള്ളെങ്കിൽ, പിന്നെ ഒരു ക്ലോവ് ലൈറ്റ്സും ഉണ്ടെങ്കിൽ, പിന്നെ ബാക്കിയുള്ള നീഷ് ലാമ്പും മറ്റേ ലാമ്പും ഒക്കെ ഒരുമിച്ചാക്കിയിട്ട് ഒരു 2 സെറ്റ് അല്ലെങ്കിൽ മാക്സിമം ഒരു 3 സെറ്റ് ഓഫ് ലൈറ്റ്സ് ആക്കാം. കാരണം സ്വിച്ചിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഓട്ടോമേഷനിൽ കോസ്റ്റ് കൂടും. അപ്പോൾ ഏറ്റവും ബെറ്റർ ചെറിയ നമ്പർ ഓഫ് സ്വിച്ചസ് ആക്കുമ്പോൾ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലിവിങ്ങിൻ്റെ അകത്താണെങ്കിൽ 2 സെറ്റ് ലൈറ്റ് അല്ലെങ്കിൽ 3 സെറ്റ് ലൈറ്റിൽ ഈ സ്വിച്ചുകളൊക്കെ ഇടുമ്പോൾ ഇത് വർക്ക് ചെയ്യുന്ന രീതിയിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്വിച്ചുകൾക്ക് മാത്രം വൈഫൈ എനേബിൾഡ് ആയിട്ടുള്ള സ്വിച്ചുകളും അല്ലെങ്കിൽ നോർമൽ സ്വിച്ചുകൾ വെച്ചിട്ട് വൈഫൈ മൊഡ്യൂൾസ് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും.
ഇപ്പോൾ നിങ്ങൾ വൈഫൈ എനേബിൾഡ് ആയിട്ടുള്ള സ്വിച്ചുകളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മൾട്ടിപ്പിൾ റൂം, ഫോർ എക്സാമ്പിൾ ലിവിങ്, ഡൈനിങ്, മാസ്റ്റർ ബെഡ്റൂമിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഇന്റർനെറ്റിന് അത്യാവശ്യമായിട്ടുള്ള അവൈലബിലിറ്റി വേണ്ടതാണ്. ഇൻ കേസ് റേഞ്ച് കുറഞ്ഞ സ്ഥലത്താണെങ്കിൽ വൈഫൈ റിപ്പീറ്റേഴ്സ് വെക്കേണ്ടി വരും. ഇത്തരം റിപ്പീറ്റേഴ്സ് വെക്കാനായി കുറച്ച് ഹൈറ്റിൽ, ഫോർ എക്സാമ്പിൾ റൂഫിൽ, സീലിംഗിലായിട്ടോ അല്ലെങ്കിൽ ലിൻഡലിന്റെ മുകളിലായിട്ട് ഇൻവേർട്ടർ പ്ലഗുകൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇത്തരം വൈഫൈ റിപ്പീറ്റേഴ്സ് വെക്കാനായി. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ ഓട്ടോമേഷനിൽ വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു ഇതാണ് ഓഫ് ഫാക്ടർ കൊണ്ടുവരാൻ പറ്റുന്ന കേർട്ടൻസ് ആണ്. ഫോർ എക്സാമ്പിൾ ലിവിങ്ങിൻ്റെയും വലിയ UPVC വിൻഡോ ഒക്കെ വരുന്നുണ്ട്, അതിൽ കേർട്ടൻസിൻ്റെ ഓട്ടോമേഷൻ ചെയ്യാൻ. ഇതിനായി പല മോഡലുകളിലെ കേർട്ടൻസ് വരുന്നുണ്ട് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റിയിട്ട്. നിങ്ങൾക്ക് റിമോട്ടിൽ വർക്ക് ചെയ്യുന്നതുണ്ട്, സ്വിച്ച് കൊണ്ട് തന്നെ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ പല രീതിയിൽ മൊബൈലിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനൊക്കെ എന്താണ് ആവശ്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ സെപ്പറേറ്റ് സ്വിച്ച് വേണമെങ്കിൽ അവിടെ കൺട്രോൾ സ്വിച്ചസിന് വേണ്ടിയിട്ടുള്ള പൈപ്പിംഗ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾക്ക് റിമോട്ടിലാണ് അല്ലെങ്കിൽ മൊബൈലിലാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ട കർട്ടൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പവർ സോക്കറ്റ് മാത്രം ജനലിൻ്റെ സൈഡിൽ, ലിൻഡലിൻ്റെ സൈഡിലേക്കായിട്ട് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഈ യൂണിറ്റ് കണക്ട് ചെയ്ത് ബാക്കി മൊബൈൽ അല്ലെങ്കിൽ റിമോട്ടിൽ നിങ്ങൾക്ക് കർട്ടൻസ് ഓപ്പണും ക്ലോസും ചെയ്യാൻ പറ്റും. ഇവിടെ സ്വിച്ച് സെപ്പറേറ്റ് വെക്കണമെങ്കിൽ അതിൻ്റെതായ കോൺഡ്യൂട്ടും സ്വിച്ച് വെക്കാനുള്ള മോഡ്യുലാർ ബോക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടത് വരും. പിന്നെ ഓട്ടോമേറ്റഡ് ഗേറ്റ് ആണ് പൊതുവേ നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യുന്ന ഒരു ഓട്ടോമേഷൻ. ഓട്ടോ ഗേറ്റിൻ്റെ വയറിംഗ് ചെയ്യുമ്പോൾ രണ്ട് കാര്യമാണ് മനസ്സിൽ വെക്കേണ്ടത്. ഒന്ന്, പവർ കൊണ്ടുപോകണം, അതിനായിട്ടുള്ള കോൺഡ്യൂട്ടുകൾ DBന്ന് നേരെ ഗേറ്റിലേക്ക് കൊണ്ടുപോവുക. രണ്ടാമത്തേത് ഇതിൻ്റെ കൺട്രോൾസ് ആണ്. അതായത് ചില ഗേറ്റുകൾ നിങ്ങൾക്ക് റിമോട്ടിൽ മാത്രം കൺട്രോൾ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ പവർ മാത്രം കൊണ്ടുപോയാൽ മതി, ബാക്കിയുള്ള കൺട്രോൾസ് നിങ്ങൾക്ക് റിമോട്ടിൽ നിന്ന് ചെയ്യാം. ചില കേസുകളിൽ ഈ വീടും ഈ ഗേറ്റും കുറേ ദൂരെ ആകുമ്പോൾ റിമോട്ടിൽ വർക്ക് ചെയ്യുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ നിങ്ങൾക്ക് ഒരു പുഷ് ബട്ടൺ വെച്ചുകൊണ്ട്, ഒരു ബെൽ സ്വിച്ച് വെച്ചുകൊണ്ട് ഈ ബെൽ സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഗേറ്റ് ഓപ്പണും ക്ലോസും ചെയ്യണമെങ്കിൽ ഈ ഇത്തരം സ്വിച്ച് മുതൽ ഗേറ്റ് വരേക്കും സെപ്പറേറ്റ് ആയിട്ട് കൺട്രോൾ കേബിൾ ഇടണം. ഈ പവറിന് ഇട്ട പൈപ്പിലൂടെ സെയിം കൺട്രോൾ കേബിൾ ഇടാൻ പറ്റില്ല, സെപ്പറേറ്റ് ആയിട്ട് കൺട്രോൾ വയർസിൻ്റെ ഒരു കോൺഡ്യൂട്ടും കൂടി ഇടണം. അതേപോലെ ഗേറ്റിൻ്റെ അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും നിങ്ങൾക്ക് ഒരു കൺട്രോൾ കേബിൾ കൊണ്ടുപോകേണ്ട കോൺഡ്യൂട്ട് ഇടേണ്ടതായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ അത് മോഷൻ സെൻസേഴ്സിന് വേണ്ടിയിട്ടാണ്. അതായത് ഒരാൾ അങ്ങോട്ടേക്ക് കടന്നു പോവോ അല്ലെങ്കിൽ ഒരു വണ്ടി വരുമ്പോൾ ഗേറ്റ് ക്ലോസ് ചെയ്യുകയോ ഓപ്പൺ ചെയ്യുകയോ സമയത്ത് അത് നിന്നുകൊണ്ട് അത് വീണ്ടും ബാക്കിലേക്ക് പോകാനുള്ള മോഷൻ സെൻസേഴ്സ് ആണ്. ഇതൊക്കെയാണ് ഗേറ്റ് ഓട്ടോമേഷന് വേണ്ടി പ്രധാനമായും ചെയ്യേണ്ടത്. പിന്നെയുള്ളത് ഒരു ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ സെക്യൂരിറ്റി ക്യാമറയാണ്. സെക്യൂരിറ്റി ക്യാമറ തന്നെ IP ക്യാമറാസ് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ടൈപ്പിലുള്ള ഓട്ടോമേഷൻ ഉണ്ട്. ഫേസ് ഡിറ്റക്ഷൻ മുതലായിട്ടുള്ള പല പുതിയ ടെക്നോളജികൾ അവൈലബിൾ ആണ്. അപ്പോൾ സെക്യൂരിറ്റി ക്യാമറ വെക്കുമ്പോൾ IP ക്യാമറാസ് വെച്ച് കഴിഞ്ഞാൽ അത്തരം ഓട്ടോമേഷനുകളും അവൈലബിൾ ആണ്. സെക്യൂരിറ്റി ക്യാമറാസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിന് ലിങ്ക് ഞാൻ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ ഇവിടെയും. അപ്പോൾ അത് റെഫർ ചെയ്യുക, വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പിന്നെ ഒരുപാട് ഓട്ടോമേഷൻസ് വരുന്നത് മോഷൻ സെൻസേഴ്സ് ആണ്. ഫോർ എക്സാമ്പിൾ ആളുകൾ സിറ്റ് ഔട്ടിൽ, അതായത് നമ്മൾ രാത്രിയൊക്കെ വന്ന് കഴിഞ്ഞാൽ നമ്മൾ തപ്പി സ്വിച്ച് ഇടേണ്ട ആവശ്യമില്ല, നമ്മൾ കയറുമ്പോൾ തന്നെ മോഷൻ സെൻസ് ചെയ്തുകൊണ്ട് ലൈറ്റ് ഓൺ ആവുന്ന ടൈപ്പുള്ള മോഷൻ സെൻസേഴ്സ്. അതേപോലെ ബാത്റൂമുകളിൽ ലൈറ്റ് ഓഫ് ചെയ്യാൻ മറന്നു പോകുന്ന ആൾക്കാർക്ക് വേണ്ടി ബാത്റൂമിൽ മോഷൻ സെൻസേഴ്സ് ഒക്കെ വെക്കുന്ന ആൾക്കാരുണ്ട്. ഇവർക്കൊക്കെ മോഷൻ സെൻസേഴ്സ് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വാർക്കുന്ന സമയത്ത് അല്ലെങ്കിൽ റൂഫിംഗ് ചെയ്യുന്ന സമയത്ത് ജംഗ്ഷൻ ബോക്സുകൾ വെക്കേണ്ടത് ഒരു അത്യാവശ്യമായ കാര്യമാണ്. ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ കൂടുതൽ ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ സ്മോക്ക് ഡിറ്റക്ടർ, ഇപ്പോൾ വലിയ UPVC വിൻഡോ ചെയ്യുമ്പോൾ ഗ്ലാസ് ബ്രേക്കിംഗ് സെൻസേഴ്സ്, അതേപോലെ മോഷൻ സെൻസേഴ്സ്, ഇങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട്. ഇതിൽ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടൊരു കൺസൾട്ടൻറ്റിനെ വിളിച്ച് അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഡിസൈൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഐ ഹോപ്പ് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഓഫ് കോഴ്സ് ഇതൊക്കെ എനേബിൾഡ് ആണെങ്കിലും നമുക്ക് നല്ല രീതിയിലുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻസും മറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ചൈനീസ് പോലുള്ള ചെറിയ കമ്പനി സർവീസ് കിട്ടാതെ ചെറിയ സാധനങ്ങൾ വാങ്ങി വെക്കുന്നതിനെക്കാട്ടും ഏതെങ്കിലും നോൺ ബ്രാൻഡഡ് കമ്പനിയുടെ സർവീസ് കിട്ടാവുന്ന ടൈപ്പ് സാധനങ്ങൾ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. പഴയ മോഷൻ സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് ചൈനീസ് ബ്രാൻഡിൻ്റെയൊക്കെ. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് പിന്നീട് സർവീസ് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ പിന്നീട് നിങ്ങളൊരു സാധനം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി കുറേ ബാക്കിയുള്ള കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് സെറ്റപ്പ് ചെയ്തായിരിക്കും. പിന്നീട് ഇതിൻ്റെ ഒരു പാർട്ട്, ഒരു സെൻസർ വർക്ക് ചെയ്യുന്നില്ല, അതേ സെൻസർ പിന്നെ വീണ്ടും കിട്ടിയില്ലെങ്കിലൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് ഒരുവിധം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള മോഡൽസ്, പെയർ പാർട്സ് കിട്ടുന്ന ഉറപ്പുള്ള കമ്പനിയുടെ സാധനങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. നിങ്ങൾ ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനിവിടെ ഡിസ്കസ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഹോം ഓട്ടോമേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം വേണ്ടത് നല്ലൊരു ഇലക്ട്രിക്കൽ കൺസൾട്ടൻറ്റിനെ കൊണ്ട് നിങ്ങളുടെ ഇലക്ട്രിക്കൽ ഡ്രോയിങ്സും ഓട്ടോമേഷൻ ഡ്രോയിങ്സൊക്കെ പക്ക ഫസ്റ്റ് തന്നെ സ്ട്രോങ് ആയിട്ട് വരച്ചു വയ്ക്കുക. അതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ഐ ഹോപ്പ് ഞാൻ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ അതിന് ഉത്തരം വീഡിയോ രൂപത്തിൽ തരാൻ ശ്രമിക്കുന്നതായിരിക്കും.
ശിശിരം എഞ്ചിനീയറിംഗ് സർവീസ് നിങ്ങളുടെ പുതിയ വീടിൻ്റെയോ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെയോ അഥവാ ഫാക്ടറിയുടെയോ ഇലക്ട്രിക്കൽ ഡിസൈൻസും ലേഔട്ട് ഡ്രോയിങ്സും ചെയ്തു കൊടുക്കുന്നതാണ്. സിവിൽ ഡ്രോയിങ് നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നമ്മളായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ്, പ്രത്യേകിച്ചും അതിൻ്റെ ലേഔട്ട് ഡ്രോയിങ്സ്, ലൈറ്റും ഫാനും അങ്ങനെയുള്ള സോക്കറ്റ്സും ഏത് പൊസിഷനിൽ വേണം എന്നുള്ള കാര്യം, അതേപോലെ തന്നെ അതിൻ്റെ കോൺഡ്യൂട്ട് പൈപ്പിൻ്റെ ലേഔട്ടും സർക്യൂട്ട് വയേഴ്സിൻ്റെ ലേഔട്ടും DB ഡിസൈൻസും, അതേപോലെ തന്നെ DBയിലെ സ്വിച്ച് ഗിയർ ഐറ്റംസ് ആകും പ്രൊട്ടക്ഷൻ ഡിവൈസസുകളുടെയും സ്പെസിഫിക്കേഷനും സൈസും കൃത്യമായി മെൻഷൻ ചെയ്തിരിക്കുക. അത് MCBയുടെ സൈസിങ്ങും യൂസ് ചെയ്യേണ്ട കേബിളിൻ്റെ സൈസിങ്ങും അതുപോലെ തന്നെ RCCB, SPD, ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ, ആവശ്യമുള്ള എല്ലാ പ്രൊട്ടക്ഷനും കാര്യങ്ങളും എന്തെങ്ങനെയാണ് എവിടെയൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസൈൻ ചെയ്ത് തരുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ CCTV ലേഔട്ട്സും ഫ്യൂച്ചറിൽ സോളാർ വാട്ടർ ഹീറ്റേഴ്സും സോളാർ പവർ പ്ലാന്റും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഫീസിബിലിറ്റി ഡ്രോയിങ്സും ഇതുകൂടാതെ തന്നെ പ്ലംബിങ്ങും മറ്റ് എസ്റ്റിമേഷൻ ഡിസൈൻസും ഒക്കെ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇലക്ട്രിസിറ്റിയെയും ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റിനെയും ഇതിൽ മാറി വരുന്ന ടെക്നോളജിയെ പറ്റി കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ബെൽ ബട്ടൺ ഓൾ എന്ന് പറഞ്ഞ് പ്രസ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.